ചാനൽ ഡെയിലി വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നത് വലിയ ഇഷ്യൂ ഒന്നുമല്ല. പ്രണവ് പ്രവീണിൻ്റെ ജീവിതം, അവരുടെ യൂട്യൂബ്, സോഷ്യൽ മീഡിയ. നമ്മളും വലിയ കാര്യങ്ങളൊന്നും സംസാരിക്കുന്നില്ല. പ്രണവ് കൊച്ചു പ്രവീണും ഈ ഒരു സബ്ജക്റ്റ് സോഷ്യൽ മീഡിയയിൽ ഏതവരും അങ്ങോട്ടും ഇങ്ങോട്ടും ക്വസ്റ്റ്യൻസായി മാറിക്കൊണ്ടിരിക്കുന്ന ഒരു കാര്യം തന്നെ. അപ്പോൾ പ്രവീൺ കൊച്ചുവിൻ്റെ ഒരു കേസ് നമ്മൾ അന്വേഷിക്കുന്നത് എന്തുകൊണ്ട് എന്ന് പറഞ്ഞാൽ, നമ്മൾ അതിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ ഒരു വട്ടം വിട്ടതാണ്. അവരുടെ കുടുംബ പ്രശ്നങ്ങളാണിത്. പക്ഷേ പേഴ്സണലായി അല്ലാതെ പബ്ലിക് ഇഷ്യൂ ആയി പ്രവീൺ മൃദുല പ്രശ്നവും പ്രവീൺ കൊച്ചു ഫാമിലി ഇഷ്യൂവും രണ്ടും ഒരു ഇഷ്യൂസിൻ്റെ അവർക്ക് കുടുംബത്തിൽ ഉണ്ടായ ഇഷ്യൂ ആണെങ്കിലും പലരും പല യൂട്യൂബേഴ്സിനെ, പല വ്ളോഗേഴ്സിനെയും കമൻറ്റിലൊക്കെ ചോദിച്ച് അവരുടെ ഇഷ്യൂ ഒന്ന് പറഞ്ഞ് നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത് എന്നൊക്കെ അവരോട് ചോദിച്ച് റിപ്ലൈക്ക് വേണ്ടി കമൻസിലൊക്കെ ഒരുപാട് പേർ, നമ്മുടെ ഒന്നും അത്ര കമൻസ് ഒന്നുമില്ല, നമ്മൾക്ക് ബിഗിനേഴ്സ് ആയതുകൊണ്ട്, പക്ഷെ നമ്മൾ അതുകൊണ്ട് ചോദിക്കുന്ന ചില കാര്യങ്ങൾ അവർക്കറിയണമെന്ന് ആഗ്രഹങ്ങളുണ്ടാകും. അത് സോഷ്യൽ മീഡിയയിൽ ഇത്തരത്തിലുള്ള കണ്ടന്റ് വരുമ്പോൾ തന്നെ ചില ചോദ്യങ്ങൾക്ക് നമ്മൾ മറുപടി കരുതിയിരിക്കണം. നമ്മൾ എന്തിനെയാണ്, വ്യൂവേഴ്സിനെയാണ് ഈ ഒരു യൂട്യൂബ് ചാനലിലൂടെ നമ്മൾ അവരെയാണ് ബോധിപ്പിക്കുന്നത്. വ്യൂവേഴ്സ് കാരണമാണ് നമുക്ക് വ്യൂവർഷിപ്പ് കിട്ടുന്നത്. അത് മാത്രം കണ്ടുകൊണ്ടാണ് നമ്മളെ ജീവിതം. പ്രൊഫഷനായി നമ്മൾ യൂട്യൂബ് ഉപയോഗിക്കുമ്പോൾ അതിൻ്റെ മേലിൽ ഒരുപാട് നെഗറ്റീവ് കമൻസ് ഉണ്ടാവും. ആ നെഗറ്റീവ് കമൻസിനൊക്കെ തരണം ചെയ്ത് നമ്മൾ മുന്നോട്ട് പോകുമ്പോഴാണ് ഒരു യഥാർത്ഥ ആ ഒരു വ്യക്തിത്വത്തിൻ്റെ ഉടമയാകുക എന്ന് പറയുന്നത്. നമ്മൾ വ്യൂവർഷിപ്പാണ് നമ്മളുടെ എല്ലാ യൂട്യൂബേഴ്സും ചിന്തിക്കുന്നതും. ഈ ഒരു കണ്ടന്റ് കൊണ്ട് നമ്മൾക്ക് കിട്ടുന്ന നേട്ടം എന്താണെന്ന് ചോദിച്ചാൽ പല കാര്യങ്ങളാണ്. നമ്മൾ ഇതിനെക്കുറിച്ച് നമ്മൾ എന്നും ഇന്നത്തെ കാര്യങ്ങളെ, ഇഷ്യൂസിനെ നമ്മൾ കൂടുതലായി അതിനെ നമ്മൾ പോസിബിലിറ്റി ആയിട്ട് കാണുമെന്നതാണ്. റിയാലിറ്റിയിൽ നമുക്ക് എന്ത് ചോദിക്കണം, എന്ത് പറയണം, അപ്പോൾ പല യൂട്യൂബേഴ്സിനോട് ചോദിക്കുന്ന ചോദ്യങ്ങളെ നമുക്ക് എങ്ങനെ മറുപടി പറയണമെന്നും നമ്മൾ നേരത്തെ കരുതി വെച്ചിട്ടുണ്ടാവും. അത്തരത്തിലുള്ള ചോദ്യങ്ങളാണ് നമ്മൾ ആദ്യമേ നമ്മളെ കൺഫ്യൂഷൻസ് ആക്കുന്നത്. ഈ പ്രണവ് പ്രവീണിൻ്റെ ക്യാരക്ടർ, അവരുടെ കുടുംബജീവിതം ഒരു കൺഫ്യൂഷൻസിൻ്റെ വക്കിലാണ്. ആർക്കും ഒരു പിടികിട്ടാത്ത ഒരു നല്ലൊരു കുടുംബമായിരുന്ന കുടുംബം പെട്ടെന്ന് ശിഥിലമായി ഒരു അഗ്നിപർവ്വതം പോലെ നമ്മുടെയൊക്കെ മനസ്സിനുള്ളിൽ ഈ ഒരു കുടുംബത്തിനെ പറ്റി മോശം അഭിപ്രായം പബ്ലിക്കിലേക്ക് എത്തുമ്പോൾ, അതൊരു പബ്ലിക് ഇഷ്യൂസും പേഴ്സണലായ ഒരു കാര്യവുമാകുമ്പോൾ രണ്ട് തരത്തിലാണ് അത്. കമൻസിലായാലും സൊസൈറ്റിയിലായാലും നമുക്ക് ചിന്തകൾ വരിക. ഇവരെന്തിന് പിരിഞ്ഞു, ഇവർക്ക് എന്താണ് പ്രശ്നം, ഇവരുടെ ഉള്ളിലുള്ള ഇഷ്ടങ്ങളും ഇവരുടെ ഉള്ളിലുള്ള പ്രശ്നങ്ങളും അറിയാൻ പ്രേക്ഷകർക്ക് ആഗ്രഹമുണ്ടാകും. വൈ, എന്തുകൊണ്ട് എന്ന് ചോദിച്ചാൽ സംശയമാണ്. എല്ലാത്തിനും ഒരു സംശയത്തിൽ നിന്നാണ് നമ്മുടെയൊക്കെ ജീവിതം ഉണ്ടാകുന്നത്. ആ ഒരു സംശയം ഏതൊരു യൂട്യൂബറും അല്ലെങ്കിലും ഒരു കമൻസിലും ഒരു കമ്മ്യൂണിറ്റിയിൽ അതുണ്ടാകുന്നതാണ്. അതിനെ നമ്മൾ വലിയൊരു കുറ്റമായി കരുതരുത്. നമ്മൾ യൂട്യൂബിൽ എന്ത് പറയുമ്പോഴും അതൊരു പ്രവണതമായ സത്യമാണ്. നമ്മൾ ഇപ്പോൾ അർജുൻ്റെ കേസൊക്കെ നമ്മൾ എങ്ങനെയാണ് ആ ഒരു ബിഹൈൻഡിൽ നമ്മൾ എടുത്തത് കൊണ്ടല്ലേ, അർജുൻ്റെ കേസിനെ പറ്റി പോരാടാൻ നമുക്ക് ശ്രമങ്ങൾ ഉണ്ടായത് കൊണ്ടല്ലേ. അത് മാത്രം നമ്മൾ ശ്രദ്ധിച്ചാൽ, നമ്മൾ തെറ്റിനെ ന്യായീകരിക്കുന്നില്ല.
ഒരു കുറ്റം ചെയ്താൽ കുറ്റമാണ് എന്ന് തന്നെ പറഞ്ഞു കൊടുക്കുക. അല്ലാതെ അതിനെ ന്യായീകരിക്കാൻ ഒരിക്കലും ഒരു യൂട്യൂബേഴ്സും ശ്രമിക്കരുത്. നമ്മൾ കണ്ടന്റ് കൊടുക്കുമ്പോഴും നമുക്ക് വ്യൂവർഷിപ്പ് കിട്ടണമെങ്കിലും അതിനും ഒരു നല്ല ക്വാളിറ്റിയുള്ള കണ്ടന്റ് ഉണ്ടെങ്കിൽ മാത്രമേ യൂട്യൂബ് എന്ന ആ ഒരു കമ്പ്യൂട്ടറിംഗ് മേഖല നമ്മളെ ഏറ്റെടുക്കുകയുള്ളൂ. ഇവർ മനുഷ്യരല്ല. യൂട്യൂബ് എന്ന് പറയുന്ന സാധനം മനുഷ്യരോട് പറഞ്ഞ് മനസ്സിലാക്കുന്നത് പോലെ നമുക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റില്ല. കാരണം ഇതൊരു കമ്പ്യൂട്ടറൈസേഷൻ IT വിഭാഗം നിയന്ത്രിക്കുന്ന മേഖലയാണ്. അതുകൊണ്ട് തന്നെ അതിൻ്റെ കാര്യങ്ങളൊക്കെ നമുക്ക് പോളിസി വഴി, മെസ്സേജ് വഴി, നമുക്ക് നമ്മുടെ മെസ്സേജ് വഴി, ഇമെയിൽ വഴി ഒക്കെ വരും. ആന്തരിക ഫലങ്ങളാണത്. അതിൻ്റെ നെഗറ്റീവ് ഫലമാണ് നമ്മൾ അനുഭവിക്കേണ്ടത്. നമ്മൾ പോസിറ്റീവ് മാത്രം ഷെയർ ചെയ്തുകൊണ്ടിരിക്കുക. നമ്മളിപ്പോൾ ഇവിടെ ക്ലിപ്പായിട്ടോ ഒന്നും പറയാൻ വന്നതല്ല. കാരണം ഈ ഒരു ഇഷ്യൂ തന്നെയാണ്. പക്ഷെ ഇതിൽ നിന്ന് ഇവർ എങ്ങനെ മറികടക്കും? ഇവരുടെ കുടുംബ ജീവിതത്തിൽ തകർന്നു പോയ 2 ചാനലുകളിലായി, ഒറ്റ ചാനലായി വന്ന 2 പേർ, 2 ചാനലായി ബന്ധങ്ങൾ മാറി, കുടുംബങ്ങൾ മാറി, സ്വന്തം ബന്ധങ്ങളെ ഉപേക്ഷിച്ചുകൊണ്ടുള്ള ഒരു ജീവിതം. അത് നമ്മൾ എവിടെയും കണ്ടിട്ടുണ്ട്. സമൂഹത്ത് എവിടെയാണ് ഇങ്ങനെയുള്ള കാഴ്ചകൾ കാണാത്തത്? ഈ രാജ്യത്ത് എവിടെയാണ് ബന്ധങ്ങളും ഇല്ലാതെ കണ്ടിട്ടുള്ളത്? കേരളത്തിലുണ്ട്, ഇല്ല എന്ന് പറയാൻ പറ്റില്ല. നല്ല കേരളത്തിൽ ഇല്ല, നല്ല രാജ്യമാണ് എന്ന് പറഞ്ഞ് നമ്മൾ ന്യായീകരിക്കുന്നത് എന്തിനാണ്?